നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തൂഫാനൊക്കെ പുരോഗമിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് ലഹരി മാഫിയയെ ഉന്മൂലനം ചെയ്യുന്നതിനായി പോലീസും എക്സൈസും വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട്ടിൽ നിന്നും പിന്തുണ അർപ്പിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ ഓപ്പറേഷൻ തൂഫാൻ ഉണ്ടാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ചെന്നൈയിലെത്തി വിജയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വിജയ് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി കൊച്ചിയിലേക്ക് എത്തുമെന്ന ഉറപ്പും നൽകിയിരിക്കുകയാണ്. കേരള പോലീസിനൊപ്പം തമിഴ്നാട് പോലീസും ലഹരി വിരുദ്ധ പദ്ധതികൾക്ക് സഹകരിക്കാനും രമേശ് ചെന്നിത്തലയും വിജയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ദൗത്യമാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനിടയിൽ അതിന് ഭാഗവാക്കാകാൻ വിജയ് കൂടി വരുന്നു എന്നത് ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് വിജയുടെ ആരാധകരെ സംബന്ധിച്ച്, കേരളത്തിലുള്ള വിജയുടെ ആരാധകരെ സംബന്ധിച്ച് അത് വലിയൊരു സന്തോഷ വാർത്തയായി കൂടി മാറുകയാണ്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് വിദ്യാർത്ഥികളോട് ആവർത്തിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാക്കനാട് രാജഗിരി സ്കൂളിൽ തൂഫാൻ വാരിയർ പരിപാടിയിൽ പ്രസംഗിക്കവെയാണ് രമേശ് ചെന്നിത്തല ഈ ഒരു മോഹൻലാലിന്റെ ഒരു സിനിമയിലെ ഡയലോഗുകൾ ആവർത്തിച്ചത്. കേരളത്തിൽ ലഹരി വ്യാപനം ഭീകരമാണെന്നും കുഞ്ഞുങ്ങളുടെ ജീവനും ജീവിതവും നശിപ്പിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത്രയും ഭീകരാവസ്ഥയാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതെന്ന് തൂഫാൻ തുടങ്ങുമ്പോൾ കരുതിയിരുന്നില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. യഥാർത്ഥ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ പോരാട്ടം തുടരും. സ്കൂൾ പരിസരത്ത് ലഹരി വിൽപ്പന കർശനമായി തടയും. വഴിയിൽ വെച്ച് ആരെങ്കിലും മിഠായി നൽകിയാൽ വാങ്ങരുതെന്നും കുട്ടികളോട് രമേശ് ചെന്നിത്തലയുടെ മുന്നറിയിപ്പ്. മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അമ്മ ആരാണ്, പെങ്ങൾ ആരാണെന്ന ചിന്ത നശിക്കുന്നുവെന്നും ജെൻസിക്ക് പറ്റുന്ന പോലീസിനെ രൂപപ്പെടുത്താനാണ് ശ്രമമെന്നും പോലീസുകാർ ചങ്ങാതിമാരെ പോലെ ആകണമെന്നും ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. അതിഥി തൊഴിലാളികൾ എല്ലാവരും പ്രശ്നക്കാരല്ലെന്നും അവരുടെ സേവനം ചെറുതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും രമേശ് ചെന്നിത്തല ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഓപ്പറേഷൻ തൂഫാനെ പറ്റി ആകെ മൊത്തം ഒന്ന് വിശദീകരിച്ച് നോക്കാം. അതായത് കേരളത്തിൻ്റെ തെരുവുകളിലും കലാലയങ്ങളും ഒരു ഭീകരനെ പോലെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇത്തിൽ കണ്ണി പിടിച്ചിരിക്കുന്നത് പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയൊക്കെ തകർക്കുന്ന ഒന്നാണ് ലഹരി. ഇതിനെതിരെയുള്ള വലിയ പോരാട്ടമാണ് UDF സർക്കാർ തുടക്കം മുതൽ തന്നെ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തൂഫാൻ തുടങ്ങുമ്പോൾ ഇത്രയും വലിയ ഭീകര അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരുപാട് പേരുടെ കരച്ചിൽ, ഒരുപാട് പേരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങുകയാണ്. കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ വേരോടെ അറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് നടക്കുന്നത്. രാസലഹരിയുടെ മായാലോകത്ത് വഴിതെറ്റിപ്പോയ ഒരുപാട് യുവാക്കൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ആ ഒരു സംഖ്യ. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരെ ക്രിയാത്മകമായി സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന, സമൂഹത്തിനും വീട്ടിന് തന്നെ ഉപകാരപ്രദമാകുന്നവരാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് മുന്നേറുന്നത്. കേവലം ഒരു പോലീസ് നടപടി എന്നത് മാത്രമല്ല, മറിച്ച് കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മരുന്നിനെ വേരോടെ പിഴുതെറിയാനുള്ള വലിയൊരു വൈകാരിക പോരാട്ടമാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇത് വ്യക്തമാക്കുന്ന ചില അനുഭവങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ മാധ്യമങ്ങളിൽ വന്ന ചില റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് അനുഭവങ്ങൾ, ആരുടെയൊക്കെ അനുഭവങ്ങളാണെന്ന് നോക്കാം. ചില അമ്മമാരുടെ കണ്ണീര്. ഒന്നാമത്തെ അനുഭവം, എറണാകുളത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മിടുക്കനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു രാഹുൽ. യഥാർത്ഥ പേരല്ല, യഥാർത്ഥ പേര് പുറത്തു പറയാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ രാഹുൽ എന്ന് വെച്ചോളൂ. ആ കുട്ടി കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി MDMA ഉപയോഗിച്ചു തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ലഹരിക്ക് അടിമയായി മാറുകയായിരുന്നു. മകൻ്റെ കണ്ണുകളിലെ മാറ്റം കണ്ട് അമ്മ ഭയക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ആ വീട്ടിൽ നരകതുല്യമായിരുന്നു. നമുക്കറിയാം, ഒരു കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ആ വീട്ടിൽ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് പലർക്കും അനുഭവമുള്ളതാണ്, കേട്ടുകേൾവിയെങ്കിലും ഉള്ളതാണ്. അങ്ങനെ ആ വീടും വലിയ രീതിയിലുള്ള ഒരു നരകതുല്യമായി മാറുന്നു. വീട്ടിലെ TV, സ്വർണം ഒക്കെ വിൽക്കുന്നു. പണം തന്നില്ലെങ്കിൽ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്ന തലത്തിലേക്ക് ആ ഒരു വീട് മാറുന്നു. ആ യുവാവ് അത്തരത്തിൽ വലിയൊരു ഭീകരനായി മാറുന്നു. ഒടുവിൽ നഗരത്തിലെ ഒരു ലോഡ്ജിൽ അർദ്ധപ്രാണനായി കിടന്ന രാഹുലിനെ പോലീസാണ് കണ്ടെത്തിയത്. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതോടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും കൂടി വന്നു. തൂഫാൻ വാരിയേഴ്സിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് ലഹരി എത്തിച്ച് നൽകിയിരുന്ന വലിയൊരു അന്തർ സംസ്ഥാന റാക്കറ്റിനെ പോലീസ് വളഞ്ഞിട്ട് പിടികൂടി. തൂഫാൻ കെയർ പദ്ധതിയുടെ കീഴിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ രാഹുൽ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്.
നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയതുപോലെ ഓപ്പറേഷൻ തൂഫാൻ, അതായത് ലഹരി മാഫിയയെ പിടിക്കുന്നു, അല്ലെങ്കിൽ ലഹരി വിൽക്കുന്നവരെ പിടിക്കുന്നു, ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നു. അതുമാത്രമല്ല, അതിനുശേഷം തൂഫാൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടവരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന മറ്റൊരു പദ്ധതി കൂടി ഇതിന് പിന്നാലെയുണ്ട്. എന്തായാലും ഒരു മകനെ തിരിച്ചു കിട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഒരമ്മ. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 2 പെൺകുട്ടികൾ സ്കൂളിന് പുറത്തുള്ള ഒരു കടയിൽ നിന്ന് പതിവായി മിഠായി വാങ്ങിയിരുന്നു. എന്നാൽ സ്റ്റാമ്പ് എന്നറിയപ്പെടുന്ന LSD ലഹരി മരുന്ന് മിഠായി രൂപത്തിൽ ഈ കുട്ടികളിലേക്ക് എത്തുകയായിരുന്നു. ഇത് കഴിക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു, പഠനത്തിൽ പിന്നോട്ട് പോകുന്നു. ഇതോടെയാണ് രക്ഷിതാക്കൾക്ക് വലിയ രീതിയിലുള്ള സംശയം ഉളവാകുന്നത്. അതായത് എന്ത് കൊണ്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നു എന്നൊരു ചോദ്യം രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. പിന്നാലെ തൂഫാൻ സ്ട്രൈക്സ് എന്ന സംഘം ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന ഓപ്പറേഷൻ നടത്തി ആ മാഫിയ തലവനെ വലയിലാക്കുകയായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്ന ആ കൊടും കുറ്റവാളിയെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ നൂറുകണക്കിന് രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസമായി മാറി. മിഠായിയുടെ രൂപത്തിൽ പോലും കഞ്ചാവ് നമ്മുടെ കുട്ടികളിലേക്ക് എത്തുന്നു എന്നതിന് ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു കണക്കുകളിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളം കണ്ടത് ലഹരി വ്യാപനത്തിൻ്റെ പേടിപ്പിക്കുന്ന കണക്കുകളാണ്. എവിടെയൊക്കെയാണ്, ശരീരത്തിൽ എവിടെയൊക്കെ കയറ്റിയാണ് ഈ MDMA കടത്തുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകളിൽ കൂടി കേട്ടതാണ്. സ്വകാര്യ ഭാഗങ്ങളിലടക്കം കയറ്റിയാണ് ഈ ഒരു കഞ്ചാവ് കടത്തലൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇതിന് ചുക്കാൻ പിടിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ കണ്ണികളാകുന്നത് കേരളത്തിലെ യുവജനതയാണ്. നമ്മുടെ സംസ്ഥാനത്തെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു വികസനത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകേണ്ട യുവതലമുറയാണ് ഇത്തരത്തിൽ കഞ്ചാവ് അടിച്ച് MDMA ഒക്കെ ഉപയോഗിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തൂഫാൻ വന്നതോടെ അതിന് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. വീടുകളിലെ സ്വസ്ഥത തകർത്ത ഈ മഹാമാരിയുടെ വ്യാപ്തി വലുതാണ്. 2021 5695 ആയിരുന്ന മയക്കുമരുന്ന് കേസുകൾ 2025 ആയപ്പോഴേക്കും കുതിച്ചുയർന്നത് 36,314 എന്ന ഭയാനകമായ സംഖ്യയിലേക്കാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഈ കണക്കുകൾക്കിടയിൽ അകപ്പെട്ടത്. എന്നാൽ തൂഫാൻ ആഞ്ഞടിച്ചതോടെ മാഫിയ സംഘങ്ങളുടെ അടിത്തറ ഇളകുകയാണ്. പദ്ധതി പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലുടനീളം രജിസ്റ്റർ ചെയ്തത് 4500-ലധികം കേസുകൾ. അറസ്റ്റിലായത് 5500-ൽ പരം ലഹരി കടത്തുകാർ. കോഴിക്കോട് നഗരത്തിൽ മാത്രം ഒറ്റ ദിവസം കൊണ്ട് 58 പേരെ പോലീസ് ഇരുമ്പഴിക്കുള്ളിലാക്കി. എന്തായാലും ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ കുറ്റവാളികൾക്ക് ഇനി രക്ഷയില്ല. ഓപ്പറേഷൻ തൂഫാൻ വീശിയടിക്കുകയാണ്. യുവതലമുറകൾ രക്ഷപ്പെടുകയാണ്. ഒരുപാട് അമ്മമാരുടെ കണ്ണീര്, ഒരു ദുഃഖത്തിൻ്റെ കണ്ണീര് അതിപ്പോൾ ആനന്ദ കണ്ണീരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.